ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷനാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിം മൈൻക്രാഫ്റ്റിലെ പോലെ തന്നെ സെറ്റ് ഒരു ഗെയിമാണ് ഗൈസ്. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയത്തില്ല. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഏതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ഇടയിൽ വെച്ച് ഞാൻ ഗെയിമിൻ്റെ പേര് പറയുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് നേരെ പറഞ്ഞു പഠിപ്പിക്കാണ്ട് നേരെ ഗെയിമിലോട്ട് കിടക്കാം. ഗൈസ്, ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലെ ഗ്രാഫിക്സ്. ഇത് വോയിസ് നമ്മുടെ പന്നിക്കുട്ടനൊക്കെ ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. ഇജാതി ഗ്രാഫിക്സ് ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റിനെ കുറഞ്ഞാണെന്നോ കൂടിയാണെന്നോ പറയാൻ പറ്റില്ല ഗൈസ്. അതുപോലെ ഞങ്ങൾക്ക് ഈ മീറ്റും ആ ബ്രെഡും ഒക്കെ കഴിക്കാൻ പറ്റും ഗൈസ്. മുകളിൽ കണ്ടാൽ നമുക്ക് ഫുഡിൻ്റെയൊക്കെ എനർജി കാണിക്കാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തും മുകളിൽ വട്ടം വട്ടം വരുന്ന അതൊക്കെ അതുപോലെ തന്നെ ഗൈസ്. നമ്മുടെ ഹാർട്ടും ഒക്കെ വെള്ളത്തിൽ വീണാൽ നമ്മൾ ചാവത്തില്ല, ഹെൽത്ത് കുറയത്തില്ല. പക്ഷേ അല്ലാതെ തറയിൽ വീണ ഹെൽത്ത് കുറയും. എല്ലാം അതുപോലെ തന്നെ ഗൈസ്. ആട്ടും കൂടിയൊക്കെ കണ്ട അതേ മുഖം, അതേ ലുക്ക് ഗൈസ്. വില്ലേജൊക്കെ എല്ലാം കട്ടയടി കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഗൈസ്. ഗൈസ്, പശുവിന് തന്നെ ഒരു കണ്ണ് വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനകത്തുള്ള ട്രേഡർ ഉണ്ട് ഗൈസ്. ഇവിടെ ട്രേഡർ ഇതോ ഗൈസ്. എന്നാൽ നമുക്ക് നേരെ ട്രേഡിൻ്റെ അവിടോട്ട് പോകാം ഗൈസ്. ആൻഡ് ആൾസോ ഇവിടെ നമുക്ക് എമറാൾഡൊക്കെ കൊടുത്ത് ട്രേഡ് ചെയ്യാം ഗൈസ്. നമ്മൾ മൈൻ ചെയ്ത് നമ്മൾ സ്ഥലങ്ങളിൽ പോയി മൈൻ ചെയ്യാൻ പറ്റും ഗൈസ്. അവിടെ എമറാൾഡ്, ഗോൾഡ്, സിൽവർ തുടങ്ങിയൊക്കെ കാണും ഗൈസ്. എൻ്റെ കയ്യിൽ തന്നെ കണ്ടേ ഗൈസ്. എൻ്റെ കയ്യിരിക്കുന്ന അയണാണ് ഗൈസ്. അയണാണ് ഗൈസ്. നമ്മൾ ചെസ്റ്റ് പൊടിച്ച് നമുക്ക് കിട്ടിയതാണ്. സോ ഗൈസ്, കണ്ട ഗൈസ്, ഇത് നമ്മുടെ എന്തോന്നാ, ഇത് ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതാണ്ട ട്രേഡ്. ഓക്കെ ഗൈസ്, എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നോക്കാം ഗൈസ്. എന്നിട്ട് മൈൻ ചെയ്തൊക്കെ കുറേ കിട്ടും ഗൈസ്. ഞാനൊക്കെ മൈൻ ചെയ്യാൻ അതിനുവേണ്ടി കുറച്ചൊന്ന് മൈൻ ചെയ്യാനൊക്കെ പോയി ഗൈസ്. എനിക്ക് അവിടെ നിന്ന് ഒരു എമറാൾഡും കിട്ടി. ഞാൻ അതുകൊണ്ട് വന്ന് ട്രേഡറിൻ്റെ കൊടുത്ത് എന്തോ വാങ്ങി മറന്നു ഗൈസ്. സോ ഗൈസ്, ഇതിൻ്റെ എന്തോന്നാ, ഓക്കെ, ഞങ്ങൾക്ക് ഇത് സ്റ്റെപ്പ് കയറാം ഗൈസ്. ഗൈസ് ഉണ്ട്, ഈ ലൈറ്റൊക്കെ നമുക്ക് പൊട്ടിച്ചുകൊണ്ട് വെക്കാൻ പറ്റും ഗൈസ്. നമുക്ക് പൊട്ടിച്ച് നമ്മുടെ സ്ഥലത്ത് വേണമെങ്കിൽ കൊണ്ട് വെക്കാൻ പറ്റും. അതാണ് ലൈറ്റൊക്കെ. നമുക്കൊരു ലൈറ്റ് എടുക്കാം, അല്ലേ വേണ്ടേ തിരിച്ചു വെക്കാം. വെറുതെ നമ്മളെ എടുത്തേലേ. നമുക്ക് നേരെ മുകളിൽ പോകാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല. നമുക്ക് നേരെ അടുത്ത വീട്ടിൽ പോകാം ഗൈസ്. ഇവിടെ ഫർണസും സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതൊരു നേരെ തന്നെ പോകാം ഗൈസ്. കണ്ട ഗ്രാഫിക്സ് ഗ്രാഫിക്സൊക്കെ കണ്ടാ ഗൈസ്. നമുക്ക് ഈ ഗ്രാഫിക്സിനെ മൈൻക്രാഫ്റ്റിനൊക്കെ കുറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല, കൂടിയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഗൈസ് ഈ ഗ്രാഫിക്സിൻ്റെ ഒക്കെ ലെവൽ. നിങ്ങൾ ഫ്രണ്ടിനെ കാണിച്ചത് മൈൻക്രാഫ്റ്റ് 2.0 ആണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ കുറഞ്ഞ വെർഷനാണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. അത്രയ്ക്ക് സെറ്റപ്പ് ഗ്രാഫിക്സ് ആണ് ഗൈസ് അവരിനകത്ത് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് നേരെ ഇങ്ങോട്ട് അടുത്ത വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇത് ഗൈസ് നമ്മുടെ കോഴിയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് കോഴിയൊക്കെ തല്ലിക്കൊന്ന് തിന്നാനൊക്കെ പറ്റും ഗൈസ്. ഈ വീട്ടിലിപ്പോൾ ഒന്നുമില്ലേ? ഓക്കെ ഗൈസ്, ബെഡൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാം അതുപോലെ തന്നെ ഗൈസ്. രാത്രിയാകുമ്പോൾ നമുക്ക് സോംബീനെ സ്കെൽറ്റനെയൊക്കെ കാണാൻ പറ്റിയാണ് ഗൈസ്. ഇപ്പോൾ രാത്രിയായില്ല, നമുക്ക് ഈ കോഴിനെ അടിച്ചിട്ടാല. എൻ്റെ ഈ പയൻ്റെ കത്തി കൊണ്ട് പിടിക്ക് ചാവും. ഓക്കെ ഗൈസ്, അവിടെ ഗൈസ് നമുക്ക് റോ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ തിന്നാൻ പറ്റത്തില്ല, നമ്മുടെ ഇതും ഫുള്ളാണ്. പിന്നെ ഈ ഫർണസിൽ നമുക്ക് ഇതാക്കണ്ടേ. ഫർണസ് എവിടെയാണ് ഗൈസ്? നമുക്ക് ഫർണസ് നോക്കാം. ഫർണസ് വേണമെങ്കിലും മറ്റേ ഇത് കാണാം. ഇതെന്താ ഗൈസ് നോക്കട്ടെ. ഇത് വ്യൂയിങ് സ്റ്റാൻഡാണ് ഗൈസ്. ഇതിനകത്ത് എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാം ഗൈസ്, നമുക്കിനി രാത്രി നമ്മൾ സോംബിനെ കാണാം ഗൈസ്. സോംബി ഉണ്ട്, ക്രീപ്പറുണ്ട്, സ്കെൽട്ടൺ ഉണ്ട്, സ്പൈഡർ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അതേപടി വന്നിട്ടുണ്ട് ഗൈസ്. അതുമാത്രമല്ല, നമുക്ക് ഫർണസും ബേണിംഗ് സ്റ്റൂ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഇതിപ്പോൾ സീഡ് കോസ്റ്റൽ വില്ലേജ് ആണ് ഗൈസ്. നമ്മൾ സീഡ് ഇല്ലാണ്ട് കയറുവാണെങ്കിൽ കിട്ടാൻ സാധ്യത വേണം. മൈൻക്രാഫ്റ്റിലെ പോലെ തന്നെ. മൈൻക്രാഫ്റ്റിൽ അത്ര സീഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കുറച്ച് സീഡൊക്കെ ഇതിനകത്തുണ്ട് ഗൈസ്. ഇത് കോസ്റ്റൽ വില്ലേജ് എന്ന സീഡാണ്. ഇതിനകത്ത് ഡെസേർട്ടും ഐസ്ലാൻഡും അങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. ഓരോരോ സീഡിനനുസരിച്ച് ഓരോന്നും കിട്ടും. പിന്നെ ഇതാണ് ഒന്ന് ഫർണസ്. സോ ഗൈസ്, അതുമാത്രമല്ല, നിങ്ങൾക്ക് സീഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡിന് പറ്റി അടുത്തൊരു വീഡിയോയിൽ ഇടാൻ പറ്റും ഗൈസ്. ഇതിന് പാൻ്റല്ലേ എനിക്ക് ഈ പാൻ്റ് എനിക്ക് ഇങ്ങനെ ഇടുന്നതെന്ന് അറിയത്തില്ല ഗൈസ്. സോ ഒന്ന് ഇട്ട് നോക്കിയാലോ ഗൈസ്. ഞാൻ കുറേ നോക്കി ഗൈസ്, ഈ പാൻ എനിക്ക് ഇടാൻ കഴിയുന്നില്ല. സോ നമുക്കിനി രാത്രി വന്നൊരു വെയിറ്റ് ചെയ്യാം ഗൈസ്. രാത്രി ആകുമ്പോഴത്തേക്കും സോംബി ക്രീപ്പറൊക്കെ വരും. സോ ഗൈസ്, ഇപ്പോൾ രാത്രിയായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചത്തിട്ടുണ്ട് ഗൈസ്. ഒരു ക്രീപ്പർ നമ്മൾ അടിച്ച് ഉറക്കി കളഞ്ഞ്. സോ ഗൈസ്, നമുക്ക് രാത്രി നമുക്ക് നേരെ സോംബിനെ ക്രീപ്പറിനൊക്കെ തേടി ഇറങ്ങാം ഗൈസ്. എവിടെ ഗൈസ്? ആൻഡ് ആൾസോ ഗൈസ്, ഈ ഗെയിം ഇൻ്റർനെറ്റ് കണക്ഷനിൽ കളിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കളിക്കാതെ കഴിയുമ്പോഴത്തേക്ക് നെറ്റിൻ്റെ ഇത് വരും. സോ നെറ്റിനകത്ത് കളിക്കാൻ എന്തായാലും വേണം ഗൈസ്. സോ ക്രീപ്പറും സോംബിയൊക്കെ എവിടെയാ? ഇത് ഗൈസ് സോംബി ഉണ്ടാകും ഗൈസ്. ഒരു കൂഞ്ഞ സോംബി ഗൈസ്. ഇവരെന്താ നോക്കുന്നതെന്ന് അറിയത്തില്ല ഗൈസ്. ഇത് ഗൈസ് സ്പൈഡർ ഉണ്ടാകും ഗൈസ്. ലുക്കൊക്കെ കണ്ട അതേമാതിരി ലുക്കൊക്കെ തന്നെ ഗൈസ്. സ്പൈഡറിനും കാര്യങ്ങളൊക്കെ കണ്ട. ഇത് സോംബിയൊക്കെ സെറ്റ് ലുക്കായി നിൽക്കണം ഗൈസ്. നമുക്ക് ഓർണത്തിൻ്റെ അടിക്കപ്പോൾ എല്ലാം പിറകെ വരും. ഗൈസ്, ഒരു സോംബിയൊക്കെ ഓടി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ക്രീപ്പർ വെക്കും ഗൈസ്. നമ്മുടെ ക്രീപ്പറാണല്ലോ നമുക്ക് എല്ലാവർക്കും മെയിൻ. എല്ലാ മൈൻക്രാഫ്റ്റിലെ പ്ലേയേഴ്സിനും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഇഷ്ടമല്ലാത്തതൊക്കെ പല സമയങ്ങളിൽ വരുന്ന ക്രീപ്പറാണ് ഗൈസ്. ഗൈസ് നമ്മുടെ സ്കെൽറ്റൻ ഗൈസ്. നമുക്ക് കണ്ടാൽ വെടിവെക്കും. ഓടിക്കോടിക്കോടിക്കോടാണ് ഗൈസ് സ്കെൽറ്റൻ. സോ ഗൈസ്, സ്കെൽറ്റനൊക്കെ തല്ലേ ബോൺ കിട്ടും. അത് പട്ടിക്ക് കൊടുത്താൽ പട്ടി വേണ്ടി ഇതാകും. അതൊക്കെ അതുപോലെ തന്നെ ഗൈസ്. പട്ടി ഇണക്കാൻ എല്ലാത്തിനും ഇണക്കാനൊക്കെ സെയിം ആണ് ഗൈസ്.
പിന്നെ നെറ്റ് വേണമെന്നുള്ളതാണ് വേറൊരു കാര്യം. കുറച്ച് നേരം നമുക്ക് ഓഫ്ലൈനിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് നെറ്റ് കട്ടായി പോയായിരുന്നു, അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ക്രീപ്പർ ഇതുവരെ കാണാനില്ല. ക്രീപ്പറുടെ ഇടയ്ക്ക് കാട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഇറങ്ങി വരാറ്. ഫുള്ള് സ്കെൽട്ടൺ അവിടെയൊക്കെ നിന്നാൽ ചെത്തി കൊന്നു കളയും. ഗൈസ് നമുക്ക് ക്രീപ്പറിനെ തേടണം. ഗൈസ് ക്രീപ്പറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഫൈറ്റപ്പ് ചെയ്യാം. ആൻഡ് ആൾസോ ഗൈസ് ഈ ഗെയിമിൻ്റെ പേര് ലോക്കി ക്രാഫ്റ്റ് എന്നാണ് ഗൈസ്. ലോക്കി ക്രാഫ്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട് ഗൈസ്. ആപ്പടം 300-400 MB എങ്ങാണ്ടേ ഉള്ളൂ. സോ നമുക്കിനി ഇവിടെ ക്രീപ്പറെ നോക്കാം ഗൈസ്. സോ ഗൈസ് എല്ലാവരും വേഗം പോയി ഡൗൺലോഡ് ചെയ്തിട്ട് വരാം. സോ ഗൈസ് ക്രീപ്പറോടെ ഇവിടെ ഒന്നും ക്രീപ്പർ ഇല്ലടാ. എൻ്റെ ലൈഫും തീരാറായി. മിക്കവാറും ഇപ്പം ഞാൻ ചാവും കേട്ടാ. ഇവിടെ ക്രീപ്പർ ഇവിടെ കാട്ടിനൊക്കെ സാധാരണ ഇറങ്ങിക്കാറുണ്ട്. സോ ഗൈസ് നമുക്ക് നോക്കാട്ടെ ഗൈസ്. ക്രീപ്പറെ കിട്ടുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കിയേ. ബേസ് കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സൊക്കെ സെറ്റ്. ഗ്രാഫിക്സ് അല്ലേ ഗൈസ്, ഇജാതി മോഡൽ ഗ്രാഫിക്സ്. ഇത്രയും ഗ്രാഫിക്സൊക്കെ ആയിട്ട് മൈൻക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് വേറൊരു ആപ്പ് കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇപ്പം എൻ്റെ മുമ്പിൽ കൂടി വിച്ച് കടന്നു ഗൈസ്. വിച്ച് ശ്രദ്ധിച്ചില്ല, ഓടിയപ്പം അവിടെ ശ്രദ്ധിച്ചോണ്ട് നിന്നാൽ വിച്ച് നമ്മളെ കൊല്ലുകയും ചെയ്യും ഗൈസ്. എന്താ വിച്ച് വരെ ഒരു കോപ്പി അടിച്ച് അതുപോലെ വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് എല്ലാവരും പോയി ഗെയിം ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഓൾസോ സീഡിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾ സീഡൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സീഡിനെ പറ്റി ഇടാവുന്നതാണ്. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നേരെ സൈൻ ഔട്ട്.